ദൈവം മനുഷ്യനായതിൻ്റെ ആഘോഷത്തിൻ്റെ ഒരുക്കനാളുകളിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ആദിയും അമ്പരപ്പുമുളവാക്കുന്ന വചനഭാഗമാണ് ഇന്ന് പരിചിന്തന വിഷയം. മത്തായി 7:21-27. അധികാരത്തിൻ്റെ കരുത്തും അനുഷ്ഠാനങ്ങളുടെ ആധിക്യവും ദൈവരാജ്യം അവകാശമാക്കാനുള്ള ലൈസൻസാണെന്ന് കരുതിയിരുന്ന യഹൂദ പ്രമാണികൾക്ക് മാത്രമല്ല, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന സകലരോടുമായാണ് ഈശോ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന വാചകങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്നത്. കർത്താവേ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രവചിക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണ് എന്ന് പറയുന്നവരെയാണ് അനീതി പ്രവർത്തിക്കുന്നവർ എന്ന് അവിടുന്ന് അഭിസംബോധന ചെയ്യുന്നത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതൊഴികെ മറ്റു യാതൊന്നും പ്രധാനമല്ല എന്നതാണ് കാതൽ. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം പ്രാവർത്തികമാക്കാനുള്ള ഏക വഴി. പ്രവൃത്തികളിലൂടെ പൂർണ്ണമാകാത്ത വിശ്വാസം കാപട്യമാണെന്നാണ് ക്രിസ്തുപക്ഷം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ കള്ളം പറയുന്നു. അവരെൻ്റെ മിഴികളിൽ ഊറുന്നത് ദൈവത്തിൻ്റെ കണ്ണീരാണ് എന്ന് തിരിച്ചറിയാത്തവൻ്റെ പ്രാർത്ഥനകൾ അർത്ഥജടിലമായ അധര വ്യായാമങ്ങൾ മാത്രമാണ് എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സാരം. അവൻ മണൽപ്പുറത്ത് മണിമാളിക പണിത മൂഢനെ പോലെയാണ്. ദൈവത്തെ അറിയാൻ, അനുഭവിക്കാൻ, ജീവിതക്രമങ്ങളെ പവിത്രമാക്കി പിറവിത്തിരുനാളിനൊരുങ്ങാൻ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ.